സുലേഖ കൂടി ചേരുന്നു തൈക്കാട് സ്കൂളിൽ നിന്ന്. സുലേഖ, അവിടുത്തെ വിശേഷങ്ങൾ എങ്ങനെയാണ്? കുട്ടികളൊക്കെ എന്ത് പറയുന്നു? എന്തായാലും കുട്ടികളൊക്കെ വലിയ ആവേശത്തിൽ തന്നെയാണ്. സ്കൂളുകൾ തുറക്കുന്ന സമയത്ത് വലിയ ഈ LKG UKG-യിലേക്കും ഒപ്പം 1ാം ക്ലാസ്സിലേക്കും ഒക്കെ പുതുതായി വരുന്ന കുട്ടികൾക്ക് അല്പം പേടിയുണ്ട്, എന്നാലും അവർ വലിയ ഹാപ്പിയാണ്. നമുക്ക് കുട്ടികളോട് തന്നെ വയ്ക്കാം. അതിഥി ഏത് ക്ലാസ്സിലേക്കാ? 4-ലോ. എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ട്? കൂട്ടുകാരൊക്കെ കണ്ടോ? ഹാപ്പിയാണോ? എന്തായാലും ഷെമി, ഇത്തരത്തിലാണ് കാര്യങ്ങൾ. ഇവിടെ ഉദ്ഘാടന പ്രസംഗം നടക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടന്നിട്ടുണ്ട്. ഏത് ക്ലാസ്സിലാ? എന്തായാലും ഷെമി, ഇത്തരത്തിലാണ് കാര്യങ്ങൾ. കുട്ടികളെല്ലാവരും വലിയ സന്തോഷത്തിലാണ്. ഈ 1ാം ക്ലാസ്സിലേക്കുള്ള പ്രവേശനം ഒപ്പം LKG UKG ക്ലാസ്സിലേക്കുള്ള പ്രവേശനമൊക്കെ തന്നെയും ഇവിടെ നടക്കുന്നുണ്ട്. വലിയ ആവേശത്തിലാണ് കുട്ടികളൊക്കെ തന്നെയും ഉള്ളത്. ഈ പ്രവേശനം അത് കുട്ടികൾക്ക് വലിയ രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ കുട്ടികളെ വരവേറ്റത് പൂക്കൾ നൽകിയും ഒപ്പം ഈ കുട്ടികളെ ചിരാതുകൾ തെളിച്ചുമാണ് ഈ കുട്ടികളെ സ്കൂളിലേക്ക് വരവേറ്റിട്ടുള്ളത്. അത്തരത്തിൽ വലിയ രീതിയിലാണ് ഈ തൈക്കാട് LPS-ലെ പ്രവേശനോത്സവം നടന്നിട്ടുള്ളത്. ഇവിടെ മേയറാണ്, തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനാണ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത്. നിരവധി കുട്ടികളാണ് ഈ തൈക്കാട് LPS-ലേക്കുള്ള ഒരു പ്രവേശനം ഇത്തവണ നേടിയിട്ടുള്ളത് എന്ന് തന്നെയാണ്. എന്തായാലും ഈ ഹൈടെക് സ്കൂളായ സർക്കാർ സ്കൂളിലേക്ക് വലിയ ഒരു പ്രവേശനം തന്നെ ഈ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് എന്നത് തന്നെയാണ്. ഈ വിദ്യാർത്ഥികൾ നമുക്ക് വന്ന സമയത്ത് കണ്ട കാഴ്ച എന്ന് പറയുന്നത് നേരത്തെ തന്നെ ലഭിച്ച പുസ്തകങ്ങളൊക്കെ തന്നെയും പരസ്പരം കൈമാറുന്ന അല്ലെങ്കിൽ പരസ്പരം കാണിച്ച് അതിൽ സൗഹൃദം പങ്കിടുന്ന ഒരു കുട്ടികളെയാണ് നമ്മൾ വന്ന സമയത്ത് ഇവിടെ കണ്ടത്. എന്തായാലും പ്രവേശനോത്സവം അത് ഉദ്ഘാടന ചടങ്ങിലേക്ക് കടന്നിട്ടുണ്ട്. ഡെപ്യൂട്ടി മേയർ ഒപ്പം മേയർ, ശിശുക്ഷേമ സമിതി അധ്യക്ഷൻ GL അരുൺ ഗോപി തുടങ്ങിയവരൊക്കെ തന്നെയും ഇവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ചിണുങ്ങുന്ന കുട്ടികളും ഒപ്പം ഈ സന്തോഷം പങ്കുവെക്കുന്ന കുട്ടികളൊക്കെ തന്നെയും തൈക്കാട് സ്കൂളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഷമി, തീർച്ചയായും ഇത്തിരി ചിണുങ്ങലൊക്കെ ഉണ്ടാകണമല്ലോ, എന്നാലല്ലേ ആ സ്കൂളിൻ്റെയും ആ LP സ്കൂളിൻ്റെ ആ ഒരു ഭംഗിയും ആ കുഞ്ഞുങ്ങളുടെ ആ ഒരു സ്നേഹവുമൊക്കെ നമുക്ക് മനസ്സിലാവും. എന്തായാലും ഈ അധ്യയന വർഷം നിരവധി സ്മാർട്ട് ക്ലാസ് റൂമുകൾ പുതുതായി ആരംഭിക്കാൻ കഴിയുന്നു. ഒപ്പം തന്നെ പാഠപുസ്തകങ്ങൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പേ തന്നെ പാഠപുസ്തകങ്ങളെല്ലാം എല്ലാ സ്കൂളുകളിലും എത്തിക്കാൻ കഴിഞ്ഞു. വിദ്യാഭ്യാസ മേഖലയ്ക്ക്, പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് ഇത്രയും പ്രാധാന്യം നൽകുന്ന ഒരു സർക്കാർ ഈ കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ, സ്കൂളിൻ്റെയൊക്കെ പഴയ ആ ഒരു സാഹചര്യം മുഴുവൻ മാറിയിരിക്കുന്നു. സർക്കാർ സ്കൂളുകളൊക്കെ കണ്ടാൽ ഇപ്പോൾ റെസിഡൻഷ്യൽ സ്കൂളുകളുടെ അല്ലെങ്കിൽ മറ്റ് വലിയ ഇൻ്റർനാഷണൽ സ്കൂളുകളുടെ നിലവാരത്തിലേക്ക് നമ്മുടെ നാട്ടിലെ സ്കൂളുകൾ എത്തി. സാധാരണക്കാരൻ്റെ മക്കൾക്ക്, സാധാരണ തൊഴിലാളികളുടെ മക്കൾക്ക് എല്ലാം തന്നെ മികച്ച സൗകര്യത്തിൽ പഠിക്കാനുള്ള സാഹചര്യം സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഒരുങ്ങുന്നു എന്ന് പറയുമ്പോൾ തന്നെ വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ആ കുഞ്ഞുങ്ങളുടെ മുഖത്ത് തന്നെ അതിൻ്റെ ഒരു തെളിച്ചവും ആ ഒരു തെളിമയും എല്ലാം കാണാൻ കഴിയും. ഒപ്പം തന്നെ അവരെ സ്കൂളുകളിലേക്ക് രാജാവിനെ പോലെ, രാജകുമാരിമാരെ പോലെ വരവേൽക്കുന്ന അധ്യാപകരൊപ്പം തന്നെ അവർക്ക് ബലൂണും മിഠായിയും മറ്റ് കളിക്കോപ്പുകളും പുസ്തകങ്ങളും ഒക്കെ നൽകിക്കൊണ്ട് അവരെ പരമാവധി സന്തോഷിപ്പിക്കുകയും അവരുടെ വിജ്ഞാനത്തിൻ്റെ മേഖല വർദ്ധിപ്പിക്കുകയും എല്ലാം ചെയ്യുന്ന വലിയൊരു പ്രവർത്തനം എല്ലാ സ്കൂളുകളിലും നടക്കുന്നു. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം അതാണ്. നമ്മളുടെ കാലത്തിനൊപ്പം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയും മാറണം, എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞത്. എന്തായാലും സംസ്ഥാനത്തെ സ്കൂളുകളിലെ പ്രവേശനോത്സവം അതിഗംഭീരമായി നടക്കുകയാണ്. ഓരോ ജില്ലയിലും മന്ത്രിമാർ തന്നെ നേരിട്ടെത്തി കുഞ്ഞുങ്ങളെ സ്കൂളുകളിലേക്ക് വരവേൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കൊച്ചി എളമക്കര സ്കൂളിലാണ് ഇന്ന് സംസ്ഥാനതല പ്രവേശനോത്സവം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഒപ്പം തന്നെ മന്ത്രി P രാജീവ്, കൊച്ചി മേയർ അടക്കമുള്ള ഹൈബി ഈഡൻ MP അടക്കമുള്ള ആൾക്കാർ അവിടെ ആ പരിപാടിയിൽ പങ്കെടുത്തു. തിരുവനന്തപുരത്ത് മേയർ ആര്യ രാജേന്ദ്രൻ തൈക്കാട് LP സ്കൂളിൽ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സുലേഖ, തുടരാം.
തീർച്ചയായും ഷമി, അത്തരത്തിൽ വലിയ രീതിയിലുള്ള മാറ്റത്തിലേക്കാണ് ഇത്തവണത്തെ സ്കൂൾ പ്രവേശനം കടക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. 1, 3 ഒപ്പം 5, 7, 9 ക്ലാസ്സുകളിലെ പാഠ്യ പദ്ധതി പുസ്തകങ്ങളുടെ മാറ്റം തന്നെ നമ്മൾ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്. കാരണം നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഈ 3ാം ക്ലാസ്സിലെ ഒരു പാഠപുസ്തകത്തിലെ ഒരു പേജ് അത് വലിയ രീതിയിൽ വൈറലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ എല്ലാ രീതിയിലും ഈ ഇത്തവണത്തെ ഈ സ്കൂൾ പ്രവേശനം മാറ്റുരയ്ക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഈ പാഠപുസ്തകത്തിൻ്റെ കാര്യമായാലും മറ്റുമെല്ലാമായാലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു പ്രത്യേകത ഇത്തവണത്തെ സ്കൂൾ പ്രവേശനത്തിന് അല്ലെങ്കിൽ ഇത്തവണത്തെ അധ്യയന വർഷത്തിനുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ലിംഗസമത്വം വെളിവാക്കുന്ന അടുക്കള അത് അമ്മയുടേത് മാത്രമല്ലെന്ന് എടുത്തു പറയുന്ന ഒരു പേജ് അത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കയ്യടി നേടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ വലിയ രീതിയിലുള്ള ജെൻഡർ ഈക്വാലിറ്റി, ഒപ്പം സാമൂഹ്യനീതി, കുട്ടികളുടെ അവകാശങ്ങൾ, ഭരണഘടന തുടങ്ങി ചരിത്രം മറന്നു വെക്കുന്ന സമയത്ത് അതിനൊക്കെ തന്നെയും എടുത്തു കാട്ടുന്ന അല്ലെങ്കിൽ ചരിത്രമൊക്കെ തന്നെയും പറഞ്ഞു വെക്കുന്ന ഒരു പാഠപുസ്തകങ്ങളും പാഠങ്ങളുമായി മാറുകയാണ് നമ്മുടെ സർക്കാർ സ്കൂളുകളും. ഒപ്പം സർക്കാർ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന പാഠപുസ്തകങ്ങളൊക്കെ തന്നെയും ഇത്തരത്തിൽ ചരിത്രം വളച്ചൊടിക്കുന്ന സമയത്ത് ആ ചരിത്രത്തിനെ പറഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. വലിയ രീതിയിൽ ഈ നമ്മുടെ പാഠ്യപദ്ധതിയും ഒപ്പം സർക്കാർ സ്കൂളുകളും ഈ സർക്കാരിൻ്റെ നയങ്ങളൊക്കെ തന്നെയും വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന കയ്യടി നേടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത്തരത്തിൽ നേരത്തെ തന്നെ ഈ കുട്ടികൾക്കുള്ള പാഠപുസ്തകങ്ങളൊക്കെ തന്നെയും നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. യൂണിഫോമുകൾ അതും എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇന്നിപ്പോൾ വലിയ സന്തോഷത്തിലാണ് കുട്ടികൾ. കാരണം ഈ 1ാം ക്ലാസ്സിലേക്കും LKGയിലേക്കുമൊക്കെ പ്രവേശനം നേടുന്ന കുട്ടികൾക്കാണെങ്കിൽ ഭയമുണ്ട്. അതിനപ്പുറത്ത് 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും ഒക്കെ തന്നെ തീർച്ചയായും സുലേഖ, അങ്ങേയറ്റം സന്തോഷകരമായ ദൃശ്യങ്ങൾക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്.